വയനാട് ദേവർഗതിയിൽ വീണ്ടും ജനവാസ മേഖലയിൽ ഒരു കടുവയിറങ്ങി. കൂമൻ മാരൻ കൊല്ലപ്പെട്ട പ്രദേശത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ നാട്ടുകാർ കടുവയെ കണ്ടത്. കടുവയെ പിടികൂടാനായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. കൂമൻ മാരൻ്റെ കുടുംബത്തിനുള്ള ധനസഹായത്തിൻ്റെ ആദ്യ ഗഡുവായ 6 ലക്ഷം രൂപ കൈമാറി. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് കൂമൻ മാരൻ കൊല്ലപ്പെട്ട പ്രദേശത്തിന് സമീപത്ത് കടുവയെ കണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും കടുവയെ കണ്ടു. പടക്കം പൊട്ടിച്ച് കടുവയെ കാട്ടിലേക്ക് തുരത്തി. കടുവയ്ക്ക് കാലിൽ പരിക്കുണ്ട്. പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. ആവശ്യമെങ്കിൽ വനാതിർത്തിയിൽ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കും. വനാതിർത്തിയിൽ പട്രോളിംഗ് ശക്തമാക്കും. കർണാടക വനമേഖലയിൽ നിന്നുള്ള കടുവയാണെന്നാണ് സംശയം. പ്രദേശത്ത് കർണാടക ഫോറസ്റ്റോട് ചേർന്നാണ് ഇപ്പോൾ നമ്മൾ കടുവയെ കണ്ടിട്ടുള്ളത്. അവിടെ ഫോറസ്റ്റുകാർ ഉൾപ്പെടെ ആളുകൾ കണ്ട് സ്ഥിരീകരിച്ചിട്ട കാര്യമാണ്. അടിയന്തരമായി ഈ വിഷയത്തിൽ വനംവകുപ്പ് ഇടപെട്ടുകൊണ്ട് കൂട് വെച്ച് ഒപ്പം തന്നെ ക്യാമറയും വെച്ച് ഇതിൻ്റെ ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമം ഉടനടി നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതേസമയം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൂമന്മാരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. ധനസഹായമായ 10 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപ കുടുംബത്തിന് ആദ്യ ഗഡു കൈമാറി. ജില്ലാ കളക്ടർ സ്ഥലത്തെത്താത്തതിൽ പ്രതിഷേധമുയർന്നിരുന്നു. ജില്ലാ പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞയായതിനാലാണ് സ്ഥലത്തെത്താത്തതെന്നും 2 ദിവസത്തിനകം ഉന്നതി സന്ദർശിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. പ്രദേശവാസികൾ ജാഗ്രത തുടരണമെന്നാണ് വനംവകുപ്പിന്റെ മുന്നറിയിപ്പ്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.